വേലി നമ്മുടെ മുറ്റത്ത് കെട്ടാനേ പറ്റൂ. മനസ്സിലെങ്ങനെ കിട്ടും നന്ദി? പിന്നെ ഈ വേഷം ആ നായർക്ക് ഉടുത്തൊരങ്ങി മുറ്റത്തൂടെ ഉലാത്തുന്നത് കണ്ടില്ലേ? എന്നെ കാണിക്കാൻ അവളുടെ ഒരു കപ്പമാവണി. ഇതേ ഞായറിക്കൽ കഥവ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാ. ഓടി നമ്മുടെ കളി നിർത്തേ. നീ ഇങ്ങോട്ട് വാ. അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ നായര് പങ്കു പിരിഞ്ഞതുകൊണ്ട് നമ്മുടെ ഗ്രേസിയുടെ കല്യാണം നടക്കില്ലെന്ന്. നമ്മുടെ മിറ്റത്ത് പന്തല് പൊങ്ങുമ്പം അവളെ നാവ് താനെ അടങ്ങും. അതിന് പണം വേണ്ടേ? പുന്നൂട്ടി പറയിച്ചത് അവൾ അറിയത്തില്ല. പണമുണ്ടല്ലോ. മണി പോയി ഇപ്പൊ വരിയില്ലേ? ചോടറി അടിച്ചിട്ടായിരിക്കും. ഞാന് നമ്മളെ തെക്കേ പെരുവങ്ങ് വിറ്റു. അടുത്ത ഞായറാഴ്ച മത്സ്യോദ്യവും തീരുമാനിച്ചു. ഓ എന്റെ പൊന്നേ, ആരെങ്കിലും കാണുമെന്ന്. എന്തോ ഇവിടെ വാ. നീ നാളെ മുതലൂടെ മിറ്റം ഓടിക്കാൻ വരണ്ട. അയ്യോ, ഞാൻ അവിടെ ഇവിടെയും കൂടെ ഒന്നിച്ചടിക്കണ്ട. ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. അയ്യോ, ഒരു കുടുംബം കഴിഞ്ഞു കൂടണ്ടേ? അവിടുന്ന് ഇവിടുന്നും കൂടെ ആവുമ്പോ അത്രയുള്ളോ? അവള് വരുന്ന കാശും കൂടി ഞാൻ തരാം. എന്താ പോരെ? ദേവോന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്ത് പറയാനാ? പിന്നെ അവിടുത്തെ രഹസ്യങ്ങൾ അറിഞ്ഞ് ഇവിടെ ഒന്ന് പറയാനൊക്കില്ല. അങ്ങനൊരു കാര്യമുണ്ടല്ലോ. എന്തായാലും ആ പെണ്ണിന്റെ ആലോചന? ഓ, അതൊന്നും നടക്കാൻ പോലില്ല. നല്ല ഒന്നാം തരം നായർ തറവാട്ടി വന്ന് ഈ പറയച്ചിന്റെ അപ്പന്റെ അപ്പനെ പണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോണവരായിരുന്നു. നീ വല്ലതും കഴിച്ചാന്നോടി വന്നേ? നേരത്തിനും കാലത്തിനും ഭക്ഷണം ഇല്ലെങ്കിൽ ഉടനണങ്ങി പോവും. കാപ്പി എടുത്തു ഞാൻ അപ്പുറത്തൊന്ന് കേറിട്ട് വരാം. അയ്യോ, കോഴി എല്ലാം കൊത്തി തിന്നു. ഈ കൊച്ചു എന്നാ നോക്കിയിരിക്കുക? എന്താണ് ഈ കാക്കായണി? അപ്പുറത്തുള്ളവൾ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഇവിടെ മുറ്റടിക്കാൻ വരരുതെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ അടിച്ചിട്ടേ വേറെ എവിടെ അടിക്കൂ. അവൾ അത്രയ്ക്കണയോ? എന്താ പറയാനാ അച്ചമ്മച്ചേട്ടി, താന്ന ജാതിയല്ലേ? ഈ ഒരു കാര്യം ചെയ്യും. നാളെ മുതൽ വേറെ എവിടെയും ജോലിക്ക് പോണ്ട. നിനക്ക് കഴിയാനുള്ള കാശ് ഞാൻ തരാം. 100 വട്ടം സമ്മതമാ. പക്ഷേ ഒരു കാര്യം, അവിടുത്തെ രഹസ്യങ്ങൾ എങ്ങനെ അറിയും? അതും ഒരു കാര്യമാണ്. ഞാൻ പോട്ടെ ചേട്ടത്തി. അപ്പഴേ രൂപ ഇരിപ്പണ്ടേ ഒരു 3 രൂപ കിട്ടിയാ കൊള്ളാം. 3 രൂപ മതിയോടി? 2.5 3 1 5 രൂപ. നീ എഴുന്നില്ലേ? ഞാൻ ഇപ്പൊ വരാം. നീ വിവരം പറയടാ. എങ്ങോട്ടാണ് നീ കൂലി നിട്ടത്ത് എന്നെ വലിച്ചോണ്ട് പോകുന്നത്? ചുമ്മേ, എടാ നിന്നെ ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്യില്ല. വിവരം പറയാതെ കൊമ്മി ഇവിടെ നനഞ്ഞ് എനിക്ക് നിന്നെ സംശയമാ. അയ്യോ അയ്യോ അയ്യോ, ചുമ്മേ, നമ്മളോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമാണ്? അത് നമ്മള് ജനിച്ച ദിവസം തൊട്ട് കൂട്ടി നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടുത്തെ ലോകം ഭരിച്ചു നടക്കുക അവനാടാ പരലോകം പോക്കും. അവൻ കുലുക്കു കുത്തിയൊക്കെ നിർത്തി ഇപ്പൊ പുതിയൊരു അതെന്റെ ഏർപ്പാടാടാ. പോലത്തെ ഒരു പെണ്ണിനെ അവൻ എവിടുന്നോ പൊക്കിയെടുത്തു കൊണ്ടുവന്നു.
നമ്മൾ ആൺകുട്ടികളാണെങ്കിൽ അവനെ തട്ടി അവളെ നമുക്കെടുക്കാം. ആരെങ്കിലും പെണ്ണുങ്ങളെ വളച്ചെടുക്കുന്ന കാര്യത്തിൽ ഞാനൊരു കാലം തന്നെയാ. അത് നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തൊരു ഐശ്വര്യമുള്ള മുഖമാണ്. ഒന്ന് പോരാ എടാ, ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ബെൻഡിങ് അഴിച്ചു വച്ചേക്കാം. സുമേ സുമേ, നമുക്ക് സ്വല്പം കൂടി അടിക്കണം. വേണ്ട വേണ്ട, അവളെ കിട്ടിയിട്ട് നമുക്ക് 3 പേർക്കും കൂടി അടിക്കാം. നിങ്ങൾക്കേവർക്കും സുപരിചിതമായ സുപ്രസിദ്ധ സിനിമാ നർത്തകി തപാലങ്കിടി ഗിരിഗിരി ഭായിയുടെ നൃത്തം വൈരവൈ ഈസില്ല, പ്രവേശനമില്ല, ആർക്കും കാണാം. ലോകപ്രസിദ്ധിയായ തപാലങ്കിടി ഗിരിഗിരി ഭായിയുടെ നൃത്തം കാണാൻ സുവർണാവസരം, ആർക്കും കാണാം. വൈരവൈ. എടാ പപ്പു, എടാ വരലാൻ പപ്പു, എടാ എടാ തന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അങ്ങനെ വിളിക്കല്ലടി, എനിക്ക് കുറച്ചില്ല. നമ്മൾ തമ്മിൽ പരിചയമുള്ളത് ആരും അറിയണ്ട. ആ താനിപ്പോ വലിയ ആളായിപ്പോയല്ലേ. എന്നാലും ആ പഴയ കുളിക്കുത്ത് മറക്കല്ലേ.